بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് യാസീൻ 18-ാമത്തെ വചനം മുതലാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. بسم الله الرحمن الرحيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. കഴിഞ്ഞ ക്ലാസ്സുമാർ തുടങ്ങി വെച്ച
ആയത്തുകളിൽ പറഞ്ഞത് ഒരു നാട്ടുകാരെ പറ്റിയുള്ള ചരിത്രമായിരുന്നു. അസ്ഹാബൽ ഖറിയ എന്നത് മുതലുള്ള വചനം. ഒരു നാട്ടിലെ ആളുകൾ, അവരിലേക്ക് അല്ലാഹു തആല 2 പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. പക്ഷെ ആ നാട്ടുകാർ അവരെ കളവാക്കി. അവർക്ക് ശക്തി പകരാനായി 3-ാമതൊരുത്തനെ കൂടി അല്ലാഹു തആല നിയോഗിച്ചു. അവരൊക്കെ ആ നാട്ടുകാരോട് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹു നിയോഗിച്ച ദൂതന്മാരാണ് എന്ന് പറഞ്ഞ് റബ്ബിനെ പരിചയപ്പെടുത്തി. പക്ഷെ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെ മനുഷ്യന്മാർ മാത്രമല്ല, ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലെ മനുഷ്യന്മാർ മാത്രമാകുന്നു. അല്ലാഹു തആല ഇങ്ങനെയൊന്നും അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങളൊക്കെ വ്യക്തമായി വഴിപിഴച്ചു പോയ ആളുകളാകുന്നു എന്ന് അവർ പ്രവാചകന്മാരോട് പറഞ്ഞു. നിങ്ങൾ കളവ് പറയുകയാണ്, ഇത് വ്യാജമാണ് എന്നൊക്കെ അവർ ആരോപിച്ചു. പ്രവാചകന്മാർ പറഞ്ഞു, റബ്ബിനറിയാം ഞങ്ങൾ റസൂലുമാരാണ് എന്നത് റബ്ബിനറിയാം, അതുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലുമാർ തന്നെയാണ്. ഞങ്ങളുടെ ബാധ്യത ഇത് എത്തിക്കുക എന്ന് മാത്രമാണ്. അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ ബലാഗല്ലാതെ ഞങ്ങളുടെ മേൽ ബാധ്യതയൊന്നുമില്ല. ആ കാര്യമില്ല, ഞങ്ങൾ നിങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ നാട്ടുകാർ അവരെക്കുറിച്ച് ഒന്നുകൂടെ കടന്നുകൊണ്ട് അവരെക്കുറിച്ച് വളരെ മോശമായ ചില പ്രയോഗങ്ങളാണ് അവരെക്കുറിച്ച് പിന്നീട് നടത്തിയത്. അതാണ് ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഖാലു, അവർ പറഞ്ഞു, അഥവാ നാട്ടുകാർ പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ ഒരു ശകുനപ്പിഴയായി കണക്കാക്കുന്നു. തതയ്യറ, ത്വയ്ർ എന്ന പദത്തിൽ നിന്നാണ് തതയ്യറ എന്ന പദമുണ്ടായത്. ശരിക്കും ത്വയ്ർ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നർത്ഥം. തതയ്യറ എന്ന് പറഞ്ഞാൽ പക്ഷിയെ പറപ്പിച്ചു എന്നാണ് നേരെ ഭാഷാർത്ഥം. പിന്നീടാണ് ശകുനപ്പിഴ എന്ന അർത്ഥത്തിൽ, ദുസ്സകുനം നോക്കുക എന്ന അർത്ഥത്തിൽ തതയ്യറ എന്ന പദം പിന്നീട് ഉപയോഗിക്കപ്പെട്ടതാണ്. ത്വയ്യറ പറപ്പിച്ചു, തതയ്യറ പറപ്പിച്ചു, പറന്നു, രണ്ടും ഉപയോഗിക്കാം. അതിനാണ് തയ്യാറ എന്നൊക്കെ വിമാനത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ശരിയായി ഭാഷയിലെ അർത്ഥത്തിന് ആ വാക്കിന് ശകുനപ്പിഴ എന്ന അർത്ഥമില്ല. ജാഹിലിയ്യ കാലത്ത് അറബികൾ അവർ ശകുനം നോക്കാൻ വേണ്ടി പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവായിരുന്നു ത്വയ്ർ, പക്ഷി. ചില പക്ഷികളെ പ്രത്യേകമായവര് ലക്ഷണം നോക്കാൻ വേണ്ടി വെക്കുകയും ആ പക്ഷിയുടെ സഞ്ചാര ദിശ നോക്കി കാര്യങ്ങളുടെ ഗുണദോഷങ്ങളെ അവർ തീരുമാനിക്കുകയും ചെയ്യുന്ന രീതി അന്നുണ്ടായിരുന്നു. പക്ഷിയെ വിടും, ആ പക്ഷി എങ്ങോട്ടാ പറക്കുന്നത്, പടിഞ്ഞാറോട്ടാണോ കിഴക്കോട്ടാണോ എന്നൊക്കെ നോക്കും. അത് കിഴക്കോട്ടാണെങ്കിൽ അത് ഖൈറാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടാണെങ്കിൽ ഖൈറാണ്, ഷർറാണ് എന്നൊക്കെ അവർ തീരുമാനിക്കും. അങ്ങനെ ആ പക്ഷി പോകുന്നത് നോക്കിയിട്ടാണ് കാര്യം തീരുമാനിക്കുക. ഒരു യാത്ര തീരുമാനിച്ചാൽ ആ യാത്രയുടെ മുന്നോടിയായി ആ പക്ഷി എവിടെയെങ്കിലും ഉണ്ടോ തെരഞ്ഞുപിടിച്ച് അത് എങ്ങോട്ടാ പോയത്, അത് ഇന്ന വഴിക്കാണ്, എന്നാ പിന്നെ ആ യാത്ര ശരിയാവൂല എന്ന് പറഞ്ഞാൽ ആ യാത്ര വേണ്ടെന്ന് വെക്കും. അങ്ങനെയുള്ള പക്ഷികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അധികവും ഇത്തരം ശകുനങ്ങളെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ശകുനം നോക്കുന്ന പണിക്ക്, ദുസ്സകുനം നോക്കുന്ന പണിക്ക് തതയ്യറ എന്ന ലഫ്ള് പിന്നീട് ഉപയോഗിക്കപ്പെട്ട് പോകുന്നത്. അതെ, നമ്മളൊക്കെ ഉണ്ട്. ഒക്കെ ഇതിനെ കാക്ക കഴിഞ്ഞാൽ അതേപോലെ പിന്നെ എന്താണ് കുത്തിച്ചൂളാൻ കഴിഞ്ഞാൽ മരണം വരുന്നുണ്ടെന്ന് പറയും, പൂച്ച മൂറയ്യാല് ഭിന്നല് വരാണ്ടെന്ന് പറയും, പല്ലി കൊക്കിയാല് വലിയ മുസീബത്തൊന്നും വരാണ്ടെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. അതൊക്കെ അതിന്റെ ബാക്കിയാണ്. അന്നുണ്ടതൊക്കെ, അന്നും ഇതുണ്ട്. ചില പക്ഷികൾ വന്നാൽ മരണത്തിന്റെ അടയാളമായി കണക്കാക്കൽ അന്നുണ്ടായിരുന്നു. ആ പക്ഷിയെ കാണുന്നതോറും പോലും ആട്ടി അകറ്റുമായിരുന്നു. അതൊക്കെ അന്നുള്ള രീതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് തതയ്യറ എന്ന പദം ഉപയോഗിച്ചത്. ത്വാഇർ എന്ന് പറയും ശകുനം എന്ന് ത്വാഇർ ഉപയോഗിക്കും. തതയ്യർന, ഞങ്ങൾ ശകുനപ്പിഴയിലായിരിക്കുന്നു, ബിക്കും നിങ്ങളെ കൊണ്ട്. നിങ്ങൾ വന്നതോടുകൂടി നാട്ടിലെ എല്ലാ മുസീബത്തും വന്നു എന്നവർ പ്രവാചകന്മാരോട് പറഞ്ഞതാണ്. ഖതാദ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട് അതിന്. ഇൻ അസ്വാബനാ ശർറുൻ ഫഇന്നമാ ഹുവ മിൻ അജ്ലിക്കും, ഞങ്ങൾക്ക് ഇവിടെ എന്ത് ശർറുണ്ടായിട്ടുണ്ടോ എല്ലാത്തിനും കാരണക്കാര് നിങ്ങളാണ്. ഈ നാട്ടിൽ എല്ലാ കുഴപ്പവും ഉണ്ടായത് നിങ്ങൾ വന്നതിന് ശേഷമാണ് എന്ന് മാത്രമല്ല, ഒരു വന്ന കാലത്ത് അവിടെ മഴയ്ക്ക് ക്ഷാമുണ്ടായിനാണ് ഇമാം ഖുർത്തുബിയൊക്കെ പറഞ്ഞത്. 3 കൊല്ലം ആ നാട്ടിൽ മഴ പെയ്തിലാണ്. അപ്പൊ നാട്ടിൽ ഉറപ്പിച്ചു, ഇവര് വന്നപ്പോ ഉള്ള മഴയും കൂടി ഇല്ലാതായി. അപ്പൊ ഇവർ ഈ നാട്ടിന് വലിയ ആപത്താണ്, ഇവരിവിടുന്ന് വായിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി മുസീബത്ത് വിട്ടുമാറൂല എന്ന് പറഞ്ഞ് ഇവരെ ശകുനപ്പിഴയുള്ളവരായി
അവരെ കണക്കാക്കിയത്. ഇന്നാ തതയ്യർന ബിക്കും, ഞങ്ങൾ ദുസ്സഗുണത്തിലായിരിക്കുന്നു, ശകുനപ്പിഴയിലായിരിക്കുന്നു, ബിക്കും, നിങ്ങളെ കൊണ്ട്. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയാണ്, ആ ആളുകൾ പറഞ്ഞ അർത്ഥം ലം യദ്ഖുൽ മിസ്ലുക്കും ഇലാ ഖറിയ ഇല്ലാ ഉല്ലിബ അഹ്ലുഹാ, നിങ്ങളെപ്പോലുള്ളവര് ഏത് നാട്ടിലുണ്ടായാലും ആ നാട്ടിൽ അദാബ് ഇറങ്ങാതിരിക്കുക എന്ന് അവർ പറഞ്ഞതാണ്. നിങ്ങളെപ്പോലത്തെ ആളുകൾ ഏത് നാട്ടിൽ വന്നാലും ആ നാട്ടിലൊക്കെ പഠിച്ചൊരു അദാബുണ്ടാകും എന്ന് വരെ അവർ ആ പ്രവാചകന്മാരോട് പറഞ്ഞു. അതാണ് നിങ്ങൾ തതയ്യർനാബിക്കുണ്ട്. ഇന്നും അതൊക്കെ കാണാം. ഒരു നാട്ടിൽ തൗഹീദ് പറഞ്ഞാൽ അപ്പം പറയും, ഇതിപ്പോ കണ്ടില്ലേ, ഇതോടുകൂടി ഇപ്പോ എന്തൊക്കെ മുസീബത്ത് വരാന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ശകുനപ്പിഴയായി കണക്കാക്കുന്ന രീതികൾ ഇന്നുമുണ്ട്. ഞങ്ങളൊക്കെ വിചാരിച്ച കാലത്ത് ഞങ്ങളായിട്ട് വേപ്പൈ ഇറങ്ങി. അപ്പൊ അതോടെ പറഞ്ഞത് ഇതാ എങ്ങനെ വേപ്പൈ ഇതാക്കുക, ഇവിടേക്ക് എങ്ങനെ ആയില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ നാട് വേപ്പൈ കണക്കാത്ത നാടാണ്. പുറമെ പ്രത്യേകത ഉള്ളത് വേപ്പൈ കണക്കുകയാണ്. പണ്ട് മോലേപ്പാപ്പ പറഞ്ഞതാണ് വേപ്പൈനോട് ഇങ്ങോട്ട് കിടക്കാൻ പാടില്ലാന്ന്. അപ്പൊ അതിന് ശേഷം അവിടെ സാധനം വരവില്ല എന്നാണ് വെപ്പ്. ഞങ്ങളൊക്കെ മുജാഹിദായ കൊല്ലം വേപ്പൈ വന്നു. അവിടെ ഒരു 3-4 ആൾക്കാരെ കടിച്ചതൊക്കെ സുന്നാളാണ്. അത് ബാധിക്കാനോ. അപ്പൊ ഇതാണ് പറഞ്ഞത്, അത് എങ്ങനെ വരാതിരിക്കുക, ഇതോടുകൂടി മുസീബത്ത് ആരംഭിച്ചു എന്നാണ്. അപ്പൊ ഏതായിരുന്നാലും ഇന്നാ തതയ്യർനാബിക്കും, നിങ്ങളെ കൊണ്ടിതാ ഞങ്ങള് ശകുനപ്പിഴയിലായിരിക്കുന്നു, ദുസ്സഗുണത്തിലായിരിക്കുന്നു. അതിനാൽ ലഇല്ലം തൻതഹു, നിങ്ങളിതിൽ നിന്ന് വിരമിക്കുന്നില്ല എങ്കിൽ, ഇത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും, ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുക തന്നെ ചെയ്യും. ഈ പണി മര്യാദ നിർത്തിക്കൊണ്ടിതാണ്. നിങ്ങളെ തൗഹീദും അഴിമത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇനി വലിയ വിപത്ത് വരാൻ പോവാ നാട്ടില്. അതുകൊണ്ട് ഞങ്ങൾക്കത് കഴിയൂല. നിങ്ങൾക്ക് ഇവിടുന്ന് ആ പണി നിർത്തി നല്ല ഇവിടെ ജീവിക്കാം, അല്ലേ ഞങ്ങൾ ഇവിടെ നിങ്ങളെ ആട്ടിപ്പായിക്കും. ഇല്ലം തൻതഹു, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ ലനർജുമന്നക്കും. റജമ, റജമ അത് കല്ലെടുത്തെറിയാനാണ്. റജമ് കല്ലുകൊണ്ട് എറിഞ്ഞ ഒരാളെ അവിടുന്ന് പായിപ്പിച്ചു വിടുന്നതിനാണ് സ്ത്രീക്ക വാക്ക് ഉപയോഗിക്കാം. നാട്ടിപ്പായിക്കുന്ന അർത്ഥത്തിലും ആ പദം ഉപയോഗിക്കലുണ്ട്. റജമ യർജുമു ലനർജുമന്നക്കും, ലനർജുമന്ന, കണ്ടോ, ല തീർച്ചയായും, നർജുമന്ന തീർച്ചയായും ഞങ്ങൾ ചെയ്യും, ലനർജുമന്നക്കും തീർച്ചയായും നിങ്ങൾ ഈ നാട്ടിൽ ഞങ്ങൾ ആട്ടിയോടിക്കുക തന്നെ ചെയ്യും. ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം, വലയമസ്സന്നക്കും നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും, മിന്ന ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നവർ ഭീഷണിപ്പെടുത്തിയാണ്. നിങ്ങൾ നാട്ടിൽ വന്നത് മുതൽ നാട്ടിൽ ശകുനപ്പിഴയാണ്, അതുകൊണ്ട് ഈ പണി വേഗം അവസാനിപ്പിച്ചോളി, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ശക്തമായ നടപടികൾ സ്വീകരിക്കും, നിങ്ങൾ അത് കഠിനമായി ഞങ്ങൾ ശിക്ഷിക്കും, നിങ്ങളെ മർദ്ദിക്കും, ഈ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പായിപ്പിക്കുകയും ചെയ്യും എന്ന് ആ പ്രവാചകന്മാരോട് ആ നാട്ടുകാർ പ്രതികരിച്ചു. ഖാലു, ആ പ്രവാചകന്മാരുടെ മറുപടി ത്വാഇറുക്കും മഅക്കും, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ത്വാഇർ നിങ്ങളെ കൂടെ തന്നെയാകുന്നു, ത്വാഇറുക്കും നിങ്ങളുടെ ശകുനം, മഅക്കും നിങ്ങളെ കൂടെ തന്നെ, ഞങ്ങൾ വന്നുകൊണ്ടെന്നല്ല. നിങ്ങളെ ശകുനപ്പിഴയുണ്ടെങ്കിൽ അതിൽ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ, വല്ല മുസീബത്തുണ്ടോ, ഞങ്ങൾ വന്നുകൊണ്ടെന്നല്ല. നിങ്ങളെ ചില ചെയ്തികൾ കൊണ്ട് നിങ്ങൾക്കുണ്ടായ ദോഷങ്ങൾ എന്നല്ലാതെ ഞങ്ങളെ പേര് അത് വെറുതെ വെക്കേണ്ടതില്ല. ഖാലു ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ത്വാഇർ നിങ്ങളെ കൂടെ തന്നെയാകുന്നു, നിങ്ങളുടെ ശകുനം നിങ്ങളെ കൂടെ തന്നെയാകുന്നു, ഞങ്ങളെ അല്ല അതിന് കാരണക്കാർ എന്നാ റസൂലുമാര് പ്രതികരിച്ചു. ഖുർആൻ അല്ലാഹു തആല മുൻകാല പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ സമാനമായ ഇതേ ആശയങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും. അവിടെയൊക്കെ അവരിങ്ങനെ പ്രതികരിച്ചത് കാണാം. അപ്പൊ മൂസാ നബി കുറിച്ച് പറയുമ്പോൾ സുദാറാഫിൽ കാണാം, ഫൈദാ ജാഅത്തുഹുൽ ഹസനത്തു ഖാലൂ ലനാ ഹാദിഹി, ഫിർഔനിന്റെ ആളുകൾ അവർക്ക് വല്ല ഗുണങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ളത് തന്നെയാണ്, നമ്മുടെ യോഗ്യത കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് പറയും. വഇൻ തുസിബ്ഹും സയ്യിഅ, എന്നാ വല്ല പ്രയാസകരമായി വല്ലതും ബാധിച്ചാലോ യത്തയ്യറൂ ബിമൂസാ വമഅഹു, മൂസാ നബിയെയും കൂടെയുള്ളവരെയും കൊണ്ട് അവർ ശകുനപ്പിഴ കാണുകയും ചെയ്യുന്നു. ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വന്നാൽ എങ്ങനെ പഞ്ചായത്തിലെ ഇവരൊക്കെ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് മൂസാ നബിയെയും അനുയായികളും മേലേക്ക് അത് വെച്ച് കെട്ടും. എന്നാൽ നല്ല നല്ല
കാര്യങ്ങൾ അവിടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നു, പ്രയാസങ്ങളൊന്നുമില്ല, എല്ലാം സുഖമാണ് എങ്കിൽ അതൊക്കെ നമ്മളെ പമ്പ് കൊണ്ടാണ് എന്ന് പറയുകയും ചെയ്യും. അല്ലാഹ് അവിടെയും പറഞ്ഞു, പിന്നെ അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അവിടെ ത്വാഇർ പടച്ച റബ്ബിന്റെ പക്കലാകുന്നു. അല്ലാഹ് കണക്കാക്കിയത് എന്താണോ അതവർക്ക് ഉണ്ടാകും എന്നാണ് അവിടെ അല്ലാഹു തആല മറുപടി പറഞ്ഞത്. സ്വാലിഹ് നബിയെ പറ്റി ആ സമൂഹം പറഞ്ഞു, ഇത്തയ്യർനാ ബിക വബിമൻ മഅക, നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഞങ്ങളിതാ ഒരു ശകുനപ്പിഴയായി കണക്കാക്കുന്നു. ഇത്തയ്യർനാ ബിക വബിമൻ മഅക, സ്വാലിഹേ നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഞങ്ങൾ ഈ നാടിനൊരു ശകുനപ്പിഴയായി ഞങ്ങൾ കണക്കാക്കുന്നു. ഖാല, അവിടെ സ്വാലിഹ് നബിയുടെ മറുപടി, ത്വാഇറുക്കും ഇൻദല്ലാഹ്, നിങ്ങളുടെ ത്വാഇർ അല്ലാഹുവിന്റെ പക്കലാകുന്നു എന്നൊരു പറഞ്ഞു. ശകുനം സാധാരണ ഈ ഷുഉം എന്നാണ് പിന്നെ അറബിയിൽ ഉപയോഗിക്കുക. ഷുഉം, അതിന് ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഭംഗം വരിക, അതിനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അത് സാധാരണ ഈ ദുസ്സഗുണം എന്ന അർത്ഥത്തിൽ പൊതുവെ പദം ഉപയോഗിച്ചു പോലെ അതിന്റെ റിസൾട്ട് ഇല്ലാതാക്കുക, ബർക്കത്ത് നഷ്ടപ്പെടുക, അതിനൊക്കെ സാധാരണ ഉപയോഗിക്കുക. ഒരു സംഗതി വിചാരിച്ച പോലെ നടക്കാതെക്കുക, അതിനാണ് സാധാരണ ആ പദം ഉപയോഗിക്കാറുള്ളത്. പിന്നെ മുഹമ്മദ് നബിയോടും മക്കാര് പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു, ഇൻ തുസിബ്ഹും ഹസനത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ്, അവർക്ക് ഹസനത്ത് ലഭിക്കുകയാണെങ്കിൽ അവർ പറയും ഇത് പടച്ച റബ്ബിൽ നിന്നാകുന്നു. വഇൻ തുസിബ്ഹും സയ്യിഅത്തുൻ, ഇത് പ്രയാസം ബാധിച്ചാലോ ഖാലു ഹാദിഹി മിൻ ഇൻദിക, ഇത് എന്നെ കൊണ്ടാകുന്നു എന്ന് പറയും. മുഹമ്മദിനെ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. നല്ലതൊക്കെ ലഭിച്ചാലോ ഇതൊക്കെ പഠിച്ചതാണ് എന്ന് പറയും. കുൽ കുല്ലും മിൻ ഇൻദില്ലാഹ്, പറയുക നബിയെ എല്ലാം പടച്ച റബ്ബിൽ നിന്നാകുന്നു എന്ന് നിങ്ങൾ പറയുക എന്ന് അല്ലാഹു തആല അവിടെയും മറുപടി നൽകുന്നുണ്ട്. അപ്പൊ എല്ലാ കാലത്തുമുള്ള പൊതുവായ ധാരണയാണ് ഇതൊക്കെ. നന്മ കൽപ്പിച്ചാൽ തിന്മ വിരോധിച്ചാലൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ആ പറയുന്നവനെ കുറിച്ച് മോശമായ വിചാരം വെച്ച് പുലർത്തുക എന്നത് എല്ലാ കാലത്തുമുള്ള ഒരു പ്രവണതയാണ് എന്നർത്ഥം. ഖാലു ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ത്വാഇർ നിങ്ങളെ കൂടെ തന്നെയാകുന്നു. അഇൻ ദുക്കിർത്തും, നിങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെട്ടതിനാലാണോ? അഇൻ ദുക്കിർത്തും, നിങ്ങളെ ഉത്ബോധിപ്പിക്കപ്പെട്ടതിനാലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾ പറഞ്ഞു ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളാകെ പറഞ്ഞെന്താണ്, നിങ്ങൾ റബ്ബിനെ മാത്രം ആരാധിക്കുക. ഇത് നിങ്ങളോട് പറഞ്ഞതിനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്? അഥവാ ഐ മിൻ അജ്ലി അന്നാ ദക്കർനാകും വഅമർനാകും ബിതൗഹീദില്ലാഹ്, അല്ലാഹുവിന്റെ തൗഹീദ് ഞങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചു, ഞങ്ങൾ നിങ്ങൾ അതിലേക്ക് ക്ഷണിച്ചു. വഇഖ്ലാസിൽ ഇബാദത്തി ലഹു, ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമാകണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനാണോ ഖാബൽതുമൂന ബിഹാദിൽ കലാം വതവഅതുമൂന വഹദ്ദതുമൂന, അതിനാണോ നിങ്ങൾ ഞങ്ങൾ ഈ നിലക്കുള്ള സംസാരം കൊണ്ടൊക്കെ ഞങ്ങളോട് പ്രതികരിക്കുന്നത്? ഇതിനാണോ നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? ഇതിനാണോ നിങ്ങൾ ഞങ്ങളോട് ഇത്രയും വലിയ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറയുന്നത് എന്ന് ആ പ്രവാചകന്മാർ പറഞ്ഞു. അതാണ് പ്രവാചകന്മാർ പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ത്വാഇർ നിങ്ങളെ കൂടെ തന്നെയാണ്. നിങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെട്ടതിനാലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതിനർത്ഥം. ബൽ അൻതും ഖൗമും മുസ്ലിഫൂൻ, ബൽ എന്നാൽ അൻതും നിങ്ങൾ ഖൗമും മുസ്ലിഫൂൻ, അതിര് കടന്ന ഒരു വിഭാഗം തന്നെയാകുന്നു. എല്ലാ പരിധിയും ലംഘിച്ച, എല്ലാ അതിർത്തികളും ലംഘിച്ച, അതിരുവിട്ട ഒരു സമൂഹം തന്നെയാകുന്നു നിങ്ങൾ എന്നവർ പറയുന്നു. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, അതിനടുക്കുള്ള മറ്റൊരു സംഭവമാണത്. വജാഅ മിൻ അഖ്സൽ മദീന, ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ വന്നു. വജാഅ വന്നു, മിൻ അഖ്സൽ മദീനത്തി, ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ വന്നു. യസ്ആ, ധൃതിപ്പെട്ട് ഓടിക്കൊണ്ട് ഒരു മനുഷ്യൻ വന്നു. ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, യാ ഖൗമി, എന്റെ സമൂഹമേ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്ന് ഒരാൾ വന്നു. അപ്പൊ അങ്ങേ തലത്തിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോ അത് കുറച്ചുകൂടെ അത് സ്വീകരിക്കാൻ ഒരു സാധ്യത കാണും. ഈ ബലടിന്ന് ഒരാൾ പറഞ്ഞാല് നിങ്ങൾ പറയും,
അവർക്കിടയിൽ ഒരാൾ നിന്നിട്ട് എന്താ അയാൾ പറഞ്ഞത് ശരിയല്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കുക എന്താ പെങ്ങളും എന്തെയും ടൈപ്പുണ്ടാകും എന്ന് പറയും. അപ്പൊ ആ സാധ്യതയുമില്ല. അവർക്കിടയിൽ നിന്ന് ഒരാളല്ലാതെ അപ്പുറത്ത് നിന്ന് ഒരാൾ വന്നിട്ട് പറയാണ് എന്താ ഇപ്പൊ അവര് പറഞ്ഞ കാര്യമില്ലേ, നിങ്ങൾക്ക് എന്താ സ്വീകരിച്ചൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുണകാംക്ഷി, ഒരു നാസിഹ് അവർക്കിടയിലേക്ക് വരും. 3 റസൂലുമാരുമായി 4ാമത് ഇങ്ങനെ ഒരു ഉപദേശിയും അവിടെ വരുന്നു. ആ ആള് വന്ന് പറഞ്ഞു ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റുക. ഹബീബ് ഇബ്നു അബീ സാബിത്ത് എന്നാണ് അയാളുടെ പേര് പൊതുവെ പറയുന്നതൊക്കെ. ഒരുപാട് ചർച്ച അദ്ദേഹത്തെ തഫ്സീറൊക്കെ ഉണ്ട്. അങ്ങനെ വിശദമായ ഹദീസിലൊന്നും അങ്ങനെ പഠിപ്പിക്കപ്പെട്ടില്ല. സ്വാഹിബു യാസീൻ എന്നറിയപ്പെടുന്ന ഈ റജുലാണ്. സ്വാഹിബു യാസീൻ ഹദീസിൽ വന്ന പ്രയോഗമാണ് സ്വാഹിബു യാസീൻ. പണ്ഡിതനല്ല, അദ്ദേഹം ഒരുപാട് ചർച്ചകൾ കാണാൻ കഴിയും. ധാരാളം സദഖ ചെയ്ത ആളായിരുന്നു, ഒരുപാട് ഇബാദത്തിന്റെ ആളായിരുന്നു. അദ്ദേഹത്തിന് ചില മാരകമായ രോഗമുണ്ടാവുകയും അങ്ങനെ സ്വതക്കയുടെ ആധിക്യം കാരണം അതൊക്കെ സുഖപ്പെടുകയും ചെയ്തു എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഇബ്നു കസീർ റഹിമഹുള്ള അതേപോലെ പിന്നെ ഇമാം ഖുർത്തുബി തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. ഹബീബ് എന്ന് പൊതുവെ പേര് കാണുന്നു. ഇബ്നു അബ്ബാസ് ഒക്കെ പറഞ്ഞു കാണാം വെള്ളപ്പാടുണ്ടായിരുന്നു, ആ വെള്ളപ്പാടൊക്കെ സുഖപ്പെട്ടതാണ് പിന്നീട് എന്നൊക്കെ അവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അഅലം. അത് ലിപി അങ്ങനെ ഉള്ളൂ. ഇവിടെ ഈ ആയത്തിൽ ഉസ്മാനിൽ ഇങ്ങനെയാണ് ലിപിനെ ഉള്ളൂ. സാധാരണ മറ്റാൾ ഉപയോഗിക്കരുതല്ല, യാതിന്റെ ഇതാണ് ഉപയോഗിക്കുന്നത്. അതെ, നമ്മൾ കഴിഞ്ഞ പറഞ്ഞു അന്തോക്കിയ എന്ന ആണ് പേര് പറയപ്പെടുന്നത് ആ നാടിന്. അത് അറിയപ്പെട്ട അന്തോക്കിയ ഉണ്ട്, അതല്ല മറ്റൊരു അന്തോക്കിയാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. അതെ, അതാണ് അക്സൽ മദീന എന്നത്. അല്ല, ആ നാടിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന്. അപ്പൊ ഈ പ്രവാചകന്മാരും ഇവരും ഉള്ള ആ ഒരു ഏരിയനല്ല, അതിന്റെ മറ്റൊരു ഭാഗത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അതുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ തൗഹീദുള്ള ആളായിരുന്നു, ഇയാളവിടെ അല്ലാഹുവിന്റെ ഇബാദത്ത് ആളായിരുന്നു എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാവുന്നു. അപ്പൊ അദ്ദേഹമാണ് സ്വാഹിബു യാസീൻ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ അവസാനം കൊല്ലുക ചെയ്യുന്നത്, ഈ വന്ന ആളെ ഈ നാട്ടുകാർക്ക് കൊന്നുകളയുകയാണ് ചെയ്തത്. മുസാഅള്ളാഹ്ക്ക് സ്വർഗം കൊടുത്തതൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് സ്വാഹിബു യാസീൻ എന്ന് അവരെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. മിൻ അഖ്സൽ മദീന, ആ മദീനയുടെ അങ്ങേ അറ്റത്തിൽ നിന്ന് വന്നു റജുലൻ, ഒരു മനുഷ്യൻ വന്നു, ഓടിക്കൊണ്ട് വേഗത്തിൽ വന്നു. ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, എന്നിട്ട് പറഞ്ഞു യാ ഖൗമി, എന്റെ സമൂഹമേ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റുവീൻ എന്ന് അയാൾ അവരോട് ഉപദേശിച്ചു. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. എന്തുകൊണ്ട്? ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, മൻ, ഒരുത്തനെ, ലാ യസ്അലുക്കും അജ്റാ, നിങ്ങളോടവർ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലല്ലോ, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പിൻപറ്റുവീൻ. മൻ ലാ യസ്അലുക്കും അജ്റാ, ഇതും തന്നെ എല്ലാ റസൂലുമാരെ പറ്റി അല്ലാഹു തആല എടുത്തു പറഞ്ഞ ഒരു ഗുണമാണ്. ഈ ദഅവത്തിൽ അവർ പ്രതിഫലം ജനങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അതിന് പൈസ വാങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും കേൾക്കുന്നത് സംശയിക്കാം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടമുണ്ട്, അതിനാണ് ഇതൊക്കെ പറയുന്നത്. ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു ആളെ കൂട്ടി ഇന്നലെ പോലത്തെ പൈസ വാങ്ങി, അതൊക്കെ അവർക്ക് ലാഭം ഉണ്ടാക്കാനാണ് എന്ന് ചിന്തിക്കാം. ഇതൊന്നുമില്ല, അവര് ഒന്നും ചോദിക്കാതെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതായ അവരുടെ ഇഖ്ലാസിനുള്ള അടയാളമാണ്. ഒരു നേട്ടവും ദുനിയാവിൽ നേടാനില്ലെങ്കിൽ എന്നിട്ടും അയാൾ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അയാൾ പരലോകം ആഗ്രഹിക്കുന്ന മുഖ്ലിസായ മനുഷ്യനാണെന്നാണല്ലോ. അതുകൊണ്ട് നിങ്ങളോട് ഒരു പ്രതിഫലവും ആവശ്യപ്പെടാത്ത ഈ റസൂലുമാരെ നിങ്ങൾ പിന്തുടരുക. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റാ, നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടാത്തവരെ നിങ്ങൾ പിന്തുടരുക. ഇത്തബിഉ, നിങ്ങൾ പിന്തുടരുക, മൻ ലാ യസ്അലുക്കും അജ്റാ, നിങ്ങളോട് ഒരു കൂലിയും ചോദിക്കാത്ത, ഒരു പ്രതിഫലവും വാങ്ങാത്ത ഈ ആളുകളെ നിങ്ങൾ പിൻപറ്റുക എന്ന് ആ മനുഷ്യൻ അവരോട് പറയുന്നു. അത് ദൈവത്തിനല്ലോ, ദൈവത്തെ റുക്കിയക്കല്ലേ, അത് റുക്കിയാർത്ഥിനാണ്, ചികിത്സയാണ്. ചികിത്സയ്ക്ക് ഏതായാലും ഫീസ് വാങ്ങാലോ, ദൈവത്തരത്തിന് ഏതായാലും വാങ്ങിയിട്ടില്ല. പ്രസംഗിക്കാൻ പോണേ ദൈവത്തിന്റെ പ്രസംഗമല്ലല്ലോ, ദൈവത്തെ പ്രസംഗം വേറെ, പ്രസംഗം ദൈവത്താണ്.
വണ്ടിക്കൂലിയൊക്കെ പ്രസംഗിച്ചിട്ടാകണ്ട. പിന്നെ അപ്പൊ ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റാ, പ്രതിഫലം നിങ്ങളോട് ചോദിക്കാത്തവരെ നിങ്ങൾ പിന്തുടരുക. വഹും മുഹ്തദൂൻ, അവരാകട്ടെ നേർമാർഗത്തിലാണ് താനും. പറയുന്ന കാര്യം ശരിയാണ്, ഓരോട്ടൊന്നും നമ്മോട് ആവശ്യപ്പെടുന്നുമില്ല എന്നിരിക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ പിൻപറ്റും? ഒരു ന്യായം അവർ ചിന്തിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ വന്നിട്ട് ഒരു ന്യായം പറഞ്ഞ് ചിന്തിപ്പിക്കുക. നമ്മളായിട്ടുണ്ട് സാധാരണ പറഞ്ഞു പോന്നാൽ എന്താ പോയി പറഞ്ഞ കുഴപ്പമുള്ളത്, ഓര് പറഞ്ഞത് ശരി, അതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ അവിടെ ഇങ്ങനെ രംഗത്ത് വരും. അപ്പൊ എന്ന പോലെ ഇയാൾ വരികയാണ്, ഇവര് പറഞ്ഞതൊക്കെ നല്ല കാര്യം, മുഹ്തദൂൻ, ഒരു ഹിദായത്തിലാണ്, നേരായ വഴി ഉള്ളതൊക്കെ. അവരാകട്ടെ നമ്മോട് ഒരു ഉൾപ്പെട്ട് ചോദിക്കുന്നുമില്ല. ഇങ്ങനെയുള്ള റസൂലുമാരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പിൻപറ്റിക്കൂടാ? മാത്രമല്ല വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫത്തറനീ, വമാലിയ, എനിക്കെന്താണുള്ളത്, എനിക്കെന്തു ന്യായമാണുള്ളത് അർത്ഥം, അല്ലെങ്കിൽ എന്ത് തടസ്സമാണുള്ളത്, എന്തിന്? ലാ അഅ്ബുദുല്ലദീ ഫത്തറനീ, എന്നെ സൃഷ്ടിച്ചവനെ ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമുണ്ട്? ഓലാകെ പറഞ്ഞെന്താണ്? നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണോ അവനെ ആരാധിക്കുക. അതിനിപ്പോ എന്താ എനിക്ക് തടസ്സം? എന്നെ സൃഷ്ടിച്ചവനെ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ എനിക്കെന്ത് ന്യായമുണ്ട്, എന്ത് തടസ്സമുണ്ട്? അവിടെ അവര് പറഞ്ഞു കൊടുത്താണ് ഞാനുള്ളത്, അത് ശരിയാണ്. മാത്രമല്ല വഇലൈഹി തുർജഊൻ, വഇലൈഹി, ആ സൃഷ്ടാവിലേക്കാണല്ലോ തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നത്. നമ്മളെ സൃഷ്ടിച്ചവനാണ്, ആ സൃഷ്ടിച്ച നമ്മൾ മടങ്ങിപ്പോകാനുള്ളത്. ആ സൃഷ്ടിച്ചവനെ ആരാധിക്കുവീൻ എന്നാണ് ഇവര് പറയുന്നത്. അവരാകട്ടെ ഒരു പൈസ ഇട്ട് ചോദിക്കുന്നുമില്ല, അവർ നേർമാർഗത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. എന്നിരിക്കെ ഇത് സ്വീകരിക്കാതിരിക്കാൻ ഒരു ന്യായവും നമുക്കില്ല. അതുകൊണ്ട് കൗമേ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിന്തുടരുവീൻ എന്നൊരു മനുഷ്യൻ വന്നുകൊണ്ട് ഗുണകാംക്ഷയോടെ ആ ആളുകളെ ചിന്തിപ്പിക്കുന്ന ഒരു സംസാരം അവിടെ നടത്തുന്നു എന്നാണ് റബ്ബ് ഇവിടെ പറയുന്നത്. അല്ലാഹു അഅ്ലം. മൊത്തം അർത്ഥം വന്നത്, ഒന്ന് ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും, അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ശകുനപ്പിഴയായി കണക്കാക്കുന്നു. ലഇൻ ലം തൻതഹു ലനർജുമന്നക്കും, നിങ്ങളിത് വിരമിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ ഉണ്ടാവുകയും ചെയ്യും. ഖാലു ത്വാഇറുക്കും മഅക്കും, ആ പ്രവാചകന്മാര് പറഞ്ഞു ത്വാഇറുക്കും മഅക്കും, നിങ്ങളെ ത്വാഇർ നിങ്ങളെ കൂടെ തന്നെയാകുന്നു. അഇൻ ദുക്കിർതും, നിങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെട്ടതിനാലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്? ബൽ അൻതും ഖൗമുൻ മുസ്ലിഫൂൻ, എന്നാൽ നിങ്ങൾ അതിര് കവിഞ്ഞ ഒരു ജനത തന്നെ ആകുന്നു. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ, ആ നാടിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ വന്നു. യസ്ആ, വേഗത്തിൽ ധൃതിപ്പെട്ടുകൊണ്ട് അയാൾ വന്നു. ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, അയാൾ പറഞ്ഞു എന്റെ സമൂഹമേ, നിങ്ങൾ ഈ മുർസലീങ്ങളെ പിൻപറ്റുവീൻ. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റാ, നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടാത്തവരെ നിങ്ങൾ പിൻപറ്റുക. വഹും മുഹ്തദൂൻ, അവരാകട്ടെ നേർമാർഗം പ്രാപിച്ചവരുമാണ്. വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫത്തറനീ, വമാലിയ, എനിക്കെന്താണുള്ളത്, ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കാതിരിക്കാൻ, അല്ലദീ ഫത്തറനീ, എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എന്തു ന്യായമാണ് എനിക്കുള്ളത്? വഇലൈഹി തുർജഊൻ, അവനിലേക്കാണല്ലോ നിങ്ങളെല്ലാം മടക്കപ്പെടുകയും ചെയ്യുന്നത്. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون.
وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون سبحانك